നബിവാക്യം. അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും അവനെ നിങ്ങൾ സഹായിക്കുക. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ആക്രമിക്കപ്പെടുന്നവരെ നിങ്ങൾ സഹായിക്കാം, പക്ഷേ അക്രമിയെ എങ്ങനെയാണ് സഹായിക്കാനാവുക? അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, അക്രമിയുടെ കൈ പിടിക്കുക, അഥവാ തിന്മയിൽ നിന്നും അവനെ തടയുക. മറ്റൊരു നബിവചനത്തിൽ പറയുന്നുണ്ട്, ജനങ്ങൾ അക്രമിയുടെ കൈ പിടിക്കുന്നില്ല എങ്കിൽ രക്ഷിതാവായ ദൈവം എല്ലാവരെയും ശിക്ഷിക്കാനിടവരുന്നതാണ്. പ്രസിദ്ധ പണ്ഡിതനായ ഇമാം ഗസാലി പറയുന്നു, അക്രമിയായ ഭരണാധികാരിയെ അധികാരത്തിൽ നിന്ന് തടയേണ്ടതാണ്, അയാളെ നീക്കം ചെയ്യൽ നിർബന്ധവുമാണ്. തീർച്ചയായും അയാൾ ഒരു ഭരണാധികാരിയേ അല്ല. വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്, പീഡിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വിമോചനത്തിനു വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? അവരാകട്ടെ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, അക്രമികൾ അധികാരികളായ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ, നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷകനെയും സഹായിയെയും നിശ്ചയിച്ചു തരണമേ. അക്രമികളുടെയും ധിക്കാരികളുടെയും നിഷ്ഠൂരമർദ്ദനങ്ങൾക്കിരയായി രക്ഷാമാർഗത്തിനു വേണ്ടി കേഴുന്ന അവശവിഭാഗങ്ങളുടെ വിമോചനത്തിനു വേണ്ടി സമരം ചെയ്യുക എന്നത്, നീതിക്കും ന്യായത്തിനും വേണ്ടി ശബ്ദമുയർത്തുക എന്നതൊക്കെ ഓരോ ദൈവവിശ്വാസിയുടെയും കടമയാണെന്ന് ഈ ഖുർആൻ വാക്യം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അനീതിയിലും അക്രമത്തിലും ആരുമായും സഹകരിക്കാതിരിക്കുക. അക്രമത്തിൽ ഏർപ്പെടുന്നത് ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ അവരുമായി സഹകരിക്കരുത് എന്ന് ഖുർആനിലെ അധ്യായം 5 പറയുന്നുണ്ട്.